അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ അല്ലദീ അൻദറൽ ഉമ്മ വനദറൽ ഗുമ്മ. അമ്മാ ബഅദ്. വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നടൻ മാമുകോയ പറയാറുള്ളത് പോലെ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ അന്ധവിശ്വാസം പന പോലെ തടിച്ചു വളരുകയാണ്, കൊഴുത്തു വളരുകയാണ്. അത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മലപ്പുറം ജില്ലയിലെ കൊടത്തൂരിൽ ഒരു സെയ്ദ് എന്ന് പേരായ ഒരാളുടെ മൃതശരീരം മരണശേഷം 3 മാസം അദ്ദേഹം ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുമെന്ന് ഏതോ ഒരു ആത്മീയ ഗുരു അല്ലെങ്കിൽ സിദ്ധൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അതിൽ നിന്നുള്ള ദുർഗന്ധം വരുന്നതും മറ്റും മറ്റുള്ളവർ അറിയാതിരിക്കാനും മറ്റുള്ളവർക്ക് ലഭിക്കാതിരിക്കാനും വേണ്ടി വീട്ടിലെ വളരെ ചെറിയൊരു വീട്ടിൻ്റെ അകത്ത് ആ മൃതശരീരം കടത്തിക്കൊണ്ട് ആ കുടുംബം പാടുപെട്ട് പ്രയാസപ്പെട്ട് നിലനിർത്താൻ നടത്തിയതായ ശ്രമം. അങ്ങനെ അത് പിന്നീട് ആരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു, അധികൃതർ അറിഞ്ഞു, അവർ വന്നു, അവർ ആ മൃതശരീരം എടുത്ത് മറമാടി. പിന്നെയും അതേ കൊളത്തൂരിൽ തന്നെ അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെട്ടു എന്ന റിപ്പോർട്ട് പത്രത്തിലുണ്ട്. പക്ഷെ അത് ഇത്രയും കാലതാമസം ഉണ്ടായിട്ടില്ല. ഈ സംഭവം അതോടൊപ്പം തന്നെ വേറെയും ഇതുപോലുള്ളതായ സംഭവങ്ങൾ മുക്കത്തിനടുത്ത കട്ടാങ്ങൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വൃദ്ധനായ ഒരു സിദ്ധൻ, സിദ്ധനൊന്നും അല്ല, പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. ആ സിദ്ധൻ്റെ അടുത്ത് ഒരു ദമ്പതികൾ സമീപിച്ചപ്പോൾ അവിടെ ഉടനെ പ്രസവിച്ചതായ കുട്ടി, ആ കുട്ടിക്ക് പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ സമയത്തേക്ക് മാതാവിൻ്റെ മുലപ്പാൽ കൊടുക്കാൻ പാടില്ല എന്ന് ഈ സിദ്ധൻ പറഞ്ഞു. തുടർന്നുള്ള പ്രശ്നങ്ങൾ പത്രങ്ങളിൽ വന്നതാണ്. സിദ്ധനെ അറസ്റ്റ് ചെയ്തു. മുലപ്പാലിൻ്റെ മഹാത്മ്യം, പ്രത്യേകിച്ച് പ്രസവിച്ച ഉടനെ മാതാവിൻ്റെ മുലപ്പാലിൽ അടങ്ങിയതായ ആ ഒരു ജീവിതകാലം മുഴുവനും ആ മുലപ്പാൽ കുടിക്കുന്ന കുട്ടിക്ക് ഒരിടത്തു നിന്നും കിട്ടാത്ത വിധത്തിലുള്ളതായ പോഷക ഗുണങ്ങളും അതുപോലെ തന്നെ ഔഷധവീര്യവും അടങ്ങിയതാണ് എന്നൊക്കെ വസ്തുതകൾ നമുക്ക് വേറെ പറയേണ്ടതാണ്. ആ കുട്ടിക്ക് നിഷേധിക്കപ്പെട്ടു. മറ്റൊരു സംഭവം, നാദാപുരത്ത് കോഴിക്കോട് വെള്ളയിൽ സ്വദേശിനിയായ ഒരു സിദ്ധ ചികിത്സയ്ക്ക് ചെന്നതും പെട്രോൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായ ആ ഹോമത്തിൽ അത് ആളിപ്പടർന്ന് അവരുടെ ഇരയായ സ്ത്രീ മരിക്കുകയും ചെയ്ത സംഭവം. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടി സ്വരൂപിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു ദിവസം ഏഷ്യാനെറ്റ് ചാനലിൽ അതിൻ്റെ നമ്മുടെ ഷാജഹാൻ ചൊവ്വാഴ്ച ദിവസമാണെന്ന് എൻ്റെ ഓർമ്മ ഒരു പരിപാടി അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഈ സംഭവങ്ങളെല്ലാം ഉദ്ധരിച്ചതിന് ശേഷം മിസ്റ്റർ ഷാജഹാൻ ഏഷ്യാനെറ്റിൻ്റെ ലേഖകൻ വളരെ അറിയപ്പെടുന്നതായ ഔദ്യോഗിക വിഭാഗം സുന്നി യുവജന പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവായി അറിയപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് ചോദിച്ചു, ഒരു മൃതശരീരത്തിൽ സ്വീകരിക്കേണ്ടതായ മതപരമായ നിലപാടെന്ത്? ശരിയായ ഉത്തരം അദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ മരണം അറിഞ്ഞു കഴിഞ്ഞാൽ മൃതശരീരം മറമാടുകയാണ് ഇസ്ലാം. പക്ഷേ ആ പക്ഷി കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇനി എന്ത് പക്ഷിയാണ് അവിടെ ഉള്ളത്? അദ്ദേഹം പറയുകയാണ്, ജീവിപ്പിക്കാൻ കഴിയും. നമ്മുടെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനെ മരിച്ച ആളെ ജീവിപ്പിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അബ്ദുൽ ഹമീദ് ഫൈസിയെപ്പോലെയുള്ളതായ അത്യാവശ്യം വകതിരിവുണ്ട് എന്ന് നമ്മൾ കരുതുന്ന യാഥാസ്ഥികതരാണെങ്കിലും യാഥാസ്ഥികതരിൽ അല്പമൊക്കെ ഇത്തരം കാര്യങ്ങളെ തുറന്ന മനസ്സോടുകൂടി കാണാൻ കഴിയുന്ന ഒരു മനുഷ്യനാണോ മൃതശരീരം സൂക്ഷിച്ച് അവിടെ എന്തെങ്കിലും തരത്തിലുള്ളതായ സിദ്ധന്മാരെ സമീപിക്കുകയാണെങ്കിൽ? ഒരു പക്ഷേ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതുപോലത്തെ സിദ്ധത അല്ലെങ്കിൽ എന്താ പറയുക ഔലിയായി നടിച്ച് നടക്കുന്ന ആൾക്കാരെങ്കിലും കൊണ്ടുവന്ന് ജീവിപ്പിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് പോരുന്നതാണല്ലോ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊളത്തൂരിലെ ആ സെയ്ദിൻ്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. വളരെ പ്രയാസപ്പെട്ട് 3 മാസം അങ്ങനെയെല്ലാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വെച്ചതായ മൃതശരീരം നമ്മളെടുത്ത് വളരുതായിരുന്നു ആണല്ലോ അതിനർത്ഥം. അവിടെ വെച്ച് കാത്തു സൂക്ഷിച്ചിരുന്നെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു എന്ന്. ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതുപോലത്തെ വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ തന്നെ ജീവിതത്തിൽ ഞാൻ ഉണ്ടായ ഒരു അനുഭവം, ഒരു ബസ്സിൽ വെച്ച് ഒരു പഴയ ഒരു രീതിയിൽ വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്ത ഒരാളോട് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകാത്തതിനെ പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏത് പള്ളിയിൽ പോകും, മലയാളത്തിലല്ലേ പ്രസംഗം, മനുഷ്യന്മാരാരെങ്കിലും അവിടെ പള്ളിയിൽ കയറുമോ, മലയാളത്തിലാണ് കുത്തുബ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, തങ്ങന്മാരിലും മറ്റുള്ള ഔലിയാക്കന്മാരിലൊക്കെ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിശ്വാസത്തിൻ്റെ അത്തരത്തിലുള്ള വിശ്വാസം രാജ്യത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ മഴ പെയ്യാതായിരിക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മമ്പറത്തെ തങ്ങളുടെ പുരുഷ ആ തങ്ങൾ ഒരു ദിവസം പള്ളിയിൽ വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബീവി മരണപ്പെടുന്നു. ആരോ ഒന്ന് വീട്ടിൽ വന്ന് പറയുന്നു ബീവി മരിച്ചിരിക്കുന്നു.
അദ്ദേഹം വളരെ ശാന്തനായി 2 റക്അത്ത് നമസ്കരിക്കുന്നു, തിരിച്ചു ചെല്ലുന്നു, ഭാര്യയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നു, ഭാര്യ എഴുന്നേൽക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ ആ യാത്ര എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു ഉടനെ തന്നെ, എന്നിട്ട് ഭാര്യ എഴുന്നേറ്റോ ബീവി എഴുന്നേറ്റോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് എഴുന്നേറ്റോ എന്നോ, അതിന് ശേഷമല്ലേ പൂക്കോയ ഉണ്ടായത് പറയാം, അതിന് ശേഷമല്ലേ പൂക്കോയ ഉണ്ടായത് നോക്കണം. ഇത് മാത്രമല്ല, ഒരു മൂത്തേടം എന്നൊരു സാധനമുണ്ട്. അതെങ്ങനെ വയലും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ഘട്ടത്തിൽ വെച്ച് സമസ്തയുടെ ഔദ്യോഗിക വിഭാഗം അദ്ദേഹത്തിന് ബാൻ ചെയ്തതാണ്. അദ്ദേഹത്തെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടു, ഇനി മേലെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട, ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്നല്ല. ആ മൂത്തേടം പലയിടങ്ങളിലും പ്രസംഗിച്ചതായിട്ട് എന്നോട് പറഞ്ഞു. മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു തങ്ങൾ കുടുംബം, ആ കുടുംബത്തിൻ്റെ സ്ഥാപകനായ ആൾ, ഞാൻ പേരിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു ഒരു യുവതി പറഞ്ഞു എൻ്റെ മകൻ മരിച്ചു, മറമാടാനും പണമില്ല. അങ്ങനെ ഉടനെ തന്നെ തങ്ങൾ എന്തെങ്കിലും ഒരു കാശ് എടുത്തു കൊടുക്കുന്നതിന് പകരം തിരിച്ചു ചെന്നു. ഈ സ്ത്രീയോട് പറഞ്ഞു നമുക്ക് അവിടെ പോയി അവരെ സന്ദർശിക്കാൻ, മരണ വീട്ടിൽ പോകാമെന്നവർ പോയി. ഒപ്പം പോയിട്ട് ഈ യുവാവിൻ്റെ ഈ മരിച്ചതായ മൃതശരീരത്തിൻ്റെ നെറ്റിയിൽ തടകി ഉടനെ തന്നെ യുവാവ് എഴുന്നേറ്റ് പോയിരുന്നു. ഇത് ഒരിടത്തല്ല പലയിടങ്ങളിലും ഈ മൂത്തേടം പ്രസംഗിച്ചു എന്നാണ് എന്നോട് പറഞ്ഞാൾ പറയുന്നത്, ഞാൻ കേട്ടിട്ടില്ല. ഈ മൂത്തേടം എൻ്റെ വീട്ടിന് ചേർന്നങ്ങളിൽ എൻ്റെ വീട്ടിന് മുമ്പിൽ വയലിൽ വന്ന് പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലിട്ടപ്പോൾ ധരിച്ചിരുന്നത് ആ കുപ്പായമാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആ പെട്ടിയിലുണ്ടായിരുന്നത്. ഖുർആനിൽ പറയുന്നത് ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിയിലുണ്ടായിരുന്നു. ആരാണ് മൂത്തേടത്തിനോട് ഈ കള്ളത്തരം പറയിപ്പൊള്ളി? എന്താ ഇബ്രാഹിം നബി കുപ്പായിട്ടുകൊണ്ടാണ് അന്ന് ഈ തീയിലേക്ക് എറിയപ്പെട്ടെന്ന് ആരാ അദ്ദേഹത്തോട് പറഞ്ഞത്? എന്ത് സനതാനുള്ളത്? അത് ആണെങ്കിൽ തന്നെ അത് മൂത്തേടത്തിന് ആ വിവരം ഏതിലൂടെയാണ് വന്ന് കിട്ടിയത്? മൂസാ നബിക്ക് കാലം വരെ അത് അവിടെ സൂക്ഷിക്കുകയും ഇവരൊക്കെ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ മൂസാ നബിയും ഇബ്രാഹിം ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. വിവരക്കേട് വിളമ്പുന്നതിന് യാതൊരു അതിരില്ല. അതുപോട്ടെ, അതൊരു കുപ്പായത്തിൻ്റെ പ്രശ്നം നിൽക്കുക. അബ്ദുൽ ഹമീദ് ഫൈസിയെ പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ ഇത്തരത്തിലുള്ള പ്രസ്താവങ്ങൾ ഇറക്കുമ്പോൾ അദ്ദേഹം ഒന്ന് ആലോചിക്കണ്ടേ? സാധാരണക്കാരായ ആളുകളിലേക്ക് ഇത് കേൾക്കുമ്പോൾ ഇരിക്കട്ടെ, എൻ്റെ ഭാര്യ മരിച്ചാൽ, എൻ്റെ മകൻ മരിച്ചാൽ, എൻ്റെ പിതാവ് മരിച്ചാൽ ഞാൻ അവരെ മറമാടുകയില്ല. ഞാൻ അവരെ അവരെ ഇവിടെ മൃതശരീരം പാമ്പിട്ട് സൂക്ഷിക്കും. എന്നിട്ട് യോഗ്യനായ ഒരു ഔലിയെ കൊണ്ടുവന്നിട്ട് ഞാൻ അവരെ ഈ കാര്യത്തിൽ അവരെ ജീവിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നൊരു തോന്നലുണ്ടാക്കാൻ ഇത്തരമുള്ള പ്രസ്താവനകൾ കാരണമാവുകയില്ലേ? എന്താണ് ഇവർക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? ലോകത്തെ ഏറ്റവും മഹാനായ വ്യക്തി എന്ന് സുന്നിയും മുജാഹിദും ജമാഅത്തും മറ്റെല്ലാവരും വിശ്വസിക്കുന്ന ഒരാളുണ്ടല്ലോ, പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സുന്നികളായ ആളുകൾ സാധാരണ ഉദ്ധരിക്കുന്നൊരു വാചകമുണ്ട്, ഒരു ബാറോലാണെങ്കിൽ പോലും പ്രവാചകനോട് മുഹമ്മദ് നബിയെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ലൗലാക്ക് ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, താങ്കൾ എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല. അത്രത്തോളം മഹാൻ. ആ മഹാനായ പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി അത് ആയിഷയല്ല, ഖദീജയായിരുന്നു. മക്കയിൽ പ്രവാചകൻ്റെ പ്രവാചകത്വം ലഭിച്ച ഉടനെ അദ്ദേഹത്തിന് താങ്ങും എല്ലാ നിലക്കുള്ള പിന്തുണയുമായി വർത്തിച്ച ആ വർത്തക പ്രമുഖ, അവർ മരിച്ചതാണ് ഇപ്പോൾ ഇസ്ലാമിന് അക്കാലത്തുണ്ടായ ഏറ്റവും വലിയ ക്ഷീണം. ആ ഖദീജ മരിച്ചതിന് ശേഷം പിന്നീട് കുറേ കഴിഞ്ഞ് ആയിഷയെ കല്യാണം കഴിച്ചതിന് ശേഷം ആയിഷയുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖദീജ എങ്ങാനും ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ വിവാഹം കഴിക്കുമായിരുന്നില്ല. എങ്കിൽ എന്തുകൊണ്ട് പ്രവാചകൻ ഖദീജയെ ജീവിപ്പിച്ചില്ല? ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നതായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയോളം വിശുദ്ധനായിരുന്നില്ലേ? ഇവിടെ മൂത്തേടം പറഞ്ഞുകൊണ്ട് നടക്കുന്ന തങ്ങളെക്കാൾ വിശുദ്ധനായിരുന്നില്ലേ? അതുപോലത്തെ വേറെ പറഞ്ഞ മമ്പറത്തെ തങ്ങളെക്കാൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധനായിരുന്നില്ലേ? ഇവരുടെയൊക്കെ വിശുദ്ധി എന്ന് പറയുന്നത് ആ വലിയ സൂര്യപ്രകാശത്തേക്കാൾ വലിയതായ ആ പ്രകാശത്തിൽ നിന്നുണ്ടായതായ ഉണ്ട് എന്ന് അവർക്ക് ലഭിച്ചു എന്ന് പറയുന്ന ആ പ്രകാശത്തിൻ്റെ ചെറിയ ഒരു നുറുങ്ങല്ലേ? എന്തുകൊണ്ട് പ്രവാചകൻ അത് സാധിച്ചില്ല? എന്നല്ല, ഈ വക കാര്യങ്ങളിൽ ആരാണ് അവലംബം? എന്താണ് അവലംബം? വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ എന്താണ് ഇത് സംബന്ധമായി പറഞ്ഞിരിക്കുന്നത്? ഇന്നക ലാ തുഹിൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഇതിൻ്റെ അപ്പുറമാണോ മൂത്തേടം? ഇതിൻ്റെ അപ്പുറമാണോ ഈ പറയുന്നതായ ഈ അമ്പലക്കടവ്? അമ്പലക്കടവല്ല, പള്ളിക്കടവല്ല, അതിൻ്റെ അപ്പുറമുള്ള കടവായിട്ടുണ്ടെങ്കിൽ ഇമാതിരി കാര്യങ്ങൾ വിശുദ്ധ ഖുർആനെ എതിരായിക്കൊണ്ട് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഖുർആനെതിരായിക്കൊണ്ട് അസംബന്ധങ്ങൾ പുലമ്പാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ വ്യക്തമായി അസന്നിഗ്ധമായി പറയുന്നൊരു വാക്കുണ്ട്, ഹുവ യുഹ്യി യുമീത്, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. അതിലുള്ള എവിടെയാണ് ഒരു അമ്പലക്കടവ് വരുന്നത്? എവിടെയാണ് മൂത്തേടം വരുന്നത്? എന്തോ പറയാനോ?
ഈ രീതിയിലുള്ളതായ വ്യാജസിദ്ധന്മാർ, ഈ സിദ്ധന്മാർക്ക് വ്യാജസിദ്ധനൊന്നും അല്ലാത്ത സിദ്ധനൊന്നും ഒന്നും പറയുന്നത് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഖുർആൻ നിർദ്ദേശിക്കുന്ന, ഇസ്ലാം കൽപ്പിക്കുന്നതായ നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളുള്ളതുമായ ഇബാദുർ റഹ്മാനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ അത്ഭുത സിദ്ധികളായി നടക്കുന്നവരല്ല. വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ഉലൈക സിദ്ദീഖൂന വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും. സൂറത്തുൽ ഹദീദ്. അള്ളാഹുവിലും അവൻ്റെ പ്രവാചകന്മാരിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുന്ന ആൾക്കാർ ലഹും അജ്റുഹും, അവർക്ക് അവരുടേതായ പ്രതിഫലമുണ്ട്, നൂറും പ്രകാശമുണ്ട്. അവിടെ ഒന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഔലിയ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ അയലറ്റ മാതിരി കുറേ ടവലെടുത്ത് തലയിലും ഒരു മുണ്ടെടുത്ത് തോളിലും പിന്നെ പച്ച ടവലും എന്നിട്ട് ഇങ്ങനെ താടിയിൽ കുറേ മൈലാഞ്ചി പരട്ടലും ഇതിങ്ങനെ ഒരാളിങ്ങനെ നടക്കുക. എഴുന്നള്ളിക്ക ബഗ്ദാദിൽ പോയിരുന്നു. അവിടെ പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ പള്ളിയിൽ താമസിച്ചിരുന്നു. അവിടെ 3 മാസം നിന്നിരുന്നു, 30 മാസം നിന്നിരുന്നു എന്നൊക്കെ ഉള്ളതായ കള്ളത്തരം പറഞ്ഞ് ഇവിടെ വരിക. എന്നിട്ട് അതിന് പിന്നാലെ നടക്കാൻ കുറേ സാധാരണക്കാരും. അതിനെ ആ ഒരു പ്രസ്ഥാനത്തിന് ഒരു വലിയതായ മറ്റേ രൂപങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഒരു അബ്ദുൽ ഹമീദ് ഫൈസിയും അതുപോലത്തെ കുറേ വൈസിമാരും. വെറുതെ പറയുന്നതല്ല, അവരിൽ നല്ല ആൾക്കാരുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും അടച്ചാക്ഷേപിക്കല്ല. പക്ഷേ ഇതുപോലത്തെ ഒന്ന് ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനലിൽ മുസ്ലിം സമുദായം മൃതശരീരങ്ങൾ മറമാടാൻ പാടില്ല, അത് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ എന്തിനു കൊള്ളും? ആ ചാനലിനോടുള്ള മത്തല്ല ഞാൻ പറയുന്നത്. ഇത്രയും അപരിഷ്കൃതരായ ഒരു യാഥാസ്ഥിക വിഭാഗമാണ് ഈ സമുദായം എന്നാണ് കരുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഖബർസ്ഥാനുകൾ? എല്ലാവർക്കും പറ്റില്ല മൃതശരീരങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അബ്ദുൽ ഹമീദ് ഫൈസി അടിയന്തരമായ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വലിക്കണം, വിടാൻ പറ്റില്ല. മൂത്തേടം അദ്ദേഹത്തിന് നാവടക്കണം. അനാവശ്യമായി ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ദുർബലമായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ കണ്ട ഈ കുറേ ഗൾഫുകാരുണ്ട്, അവരുടെ പണം അവർക്ക് അവരുടെ വേറെ പല കാര്യങ്ങളും ബ്ലാക്ക് വൈറ്റ് ആക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ കോഴിക്കച്ചവടക്കാരും ഇതുപോലത്തെവരൊക്കെ ഇങ്ങനെ വയല് സംഘടിപ്പിക്കുന്നു. തെക്കുന്ന് കുറേ എണ്ണം വരുന്നു. എന്നിട്ട് ഈ അന്ധവിശ്വാസങ്ങൾ ഇവിടെ പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്നു. ഇതിനൊന്നും മറുപടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അതിനെല്ലാം കൂടി ചില പരിവേഷങ്ങളും, ആ പരിവേഷം അതൊക്കെ പിന്നെ രാഷ്ട്രീയക്കാർക്കുള്ള തൃപ്തികരമാണ്. നിങ്ങളൊന്നായിട്ട് ഇങ്ങനെ ഈ എന്താ കൊളടക്കം മീൻ വാങ്ങുന്ന പോലത്തെ കച്ചവടങ്ങളാണ് നടക്കുന്നത്. ഇതൊക്കെ ഒരുപാട് തുറന്ന് കാണിക്കേണ്ടതാണ്. ഞാൻ പറയുന്നു, ഇതുപോലത്തെ അതിർവിട്ട് കളിക്കുകയാണെങ്കിൽ ഈ മുസ്ലിംമാർക്കെതിരെ രംഗത്ത് വരേണ്ടി വരും, സക്രിയമായി ഇടപെടേണ്ടി വരും, ഇവരെ തുറന്നു കാട്ടേണ്ടി വരും. ഈ ഘട്ടം ഇതുപോലത്തെ ഒരു സംയുക്ത ഘട്ടം നമുക്ക് അതിനുള്ളതല്ല, നമുക്ക് പരസ്പരം കണക്ക് തീർക്കാനുള്ളതല്ല. അത് പക്ഷേ എന്ന് വെച്ച് എന്താ അസംബന്ധങ്ങളും പുലമ്പാമെന്ന് ഒരു ഫൈസിയും വിചാരിക്കേണ്ടതില്ല. അബ്ദുൽ ഹമീദ് അദ്ദേഹത്തിൻ്റെ വാക്ക് ഔദ്യോഗികമായി പിൻവലിച്ചതായിട്ട് ജനങ്ങളോട് അറിയിച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയതായ ആക്രമണം ഈ ഭാഗത്ത് നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട.